ഇന്ന് നേരെ ഇങ്ങ് വീട്ടിലോട്ട് പോരുന്നു. ഇച്ചിരി നേരത്തെയാണ് കേട്ടോ. പിന്നെ മോനുകുട്ടനെ വിളിക്കാൻ മുത്തങ്ങോട്ട് പോയതാണ്. മോനുകുട്ടൻ ഇന്ന് വൈകിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. രാവിലെ മോനുകുട്ടനും മുത്തും കൂടി ഇവിടെ ഇരിക്കുമായിരുന്നു. ശാലവും വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 3:30 ട്യൂഷന് കൊണ്ടാക്കിയതാണ്. ഇവിടുന്ന് വിളിക്കാൻ പോയതാണ്. നമ്മൾ പള്ളിയിൽ പോവാണ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക്. പോയേച്ചും വരാം. കുറച്ച് മീനും ഇമ്മിണി കൊഞ്ചും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നമുക്ക് പോയേച്ചും വരാം. പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം വന്നിട്ട് പെറുക്കി ഒതുക്കി വെക്കാം. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അവർ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുവാണ്. ഞാൻ കുളിച്ചേം വെച്ച് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ. നാളെ നമുക്ക് കുർബാന സ്വീകരിക്കണം. ക്രൂസോയെ പ്രാപിക്കാനാണ് ഇന്ന് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകുന്നത്. നാളെ രാവിലെ കുർബാന തുടങ്ങുന്ന സമയത്ത് അതിന് മുമ്പേ ചെന്നെത്തപ്പെടാൻ എന്നെക്കൊണ്ട് അതിരാവിലെ എഴുന്നേക്കാനുള്ള ആരോഗ്യക്കുറവുള്ളത് കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ മിക്കവാറും കുർബാന തുടങ്ങും. അപ്പോൾ നമുക്ക് ക്രൂസോയെ പ്രാപിക്കാൻ പാടാണ്. അതുകൊണ്ട് ഇന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയാൽ അത് നടക്കും. അതുകൊണ്ട് പോയേച്ചും വരാം. പിന്നെന്താണ്, അത്താഴത്തിന് ചോറ് വെച്ചിട്ടുണ്ട്. കറികൾ എന്തെങ്കിലും ആക്കണം. താഴെ ചേച്ചി ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞ് ചേച്ചി ഇച്ചിരി ചക്കയൊക്കെ എടുത്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചേരെ ചേച്ചി, ഞാൻ വന്നിട്ട് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിച്ച് നമുക്കത് ഫ്രീസറിൽ വെക്കാം, നാളെ എടുക്കാം. ഇനിയിപ്പോൾ രാത്രി അത്താഴത്തിന് എന്തെങ്കിലും കറികളാക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എളുപ്പം ഒരുങ്ങട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യക്തമായിട്ട് പറഞ്ഞു. എന്റെ പൊന്നാണ്, എന്റെ ചുണ്ടനാണ്. മാമിയുടെ ചുണ്ടനോ? മാമിയുടെ ചുണ്ടനോ? അതിനൊന്നൊരു വിഷയമില്ല. ജാനി ചേച്ചി വിളിക്കും. എന്റെ അമ്മ കുഞ്ഞു വീഴല്ലേ. മതി മതി മതി. ആ കുഞ്ഞവിടെ പോയി, മാമി പോട്ടെ. ഞാൻ കേറട്ടെ. കുഞ്ഞു ഞങ്ങളുടെ കൂടെ ഇങ്ങ് പോരുന്നു. ഇവിടെ കരച്ചിലായിരുന്നു. ഞങ്ങളുടെ കൂടെ വരാൻ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോരും. അങ്ങോട്ട് കേറിക്കട, കുഞ്ഞിന് കാണത്തില്ലല്ലേ. പള്ളി പോയിട്ട് വന്നു. പള്ളി പോയിട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് ജാനിക്കുട്ടിയും കുഞ്ഞോനെയും കാണാൻ അങ്ങോട്ട് കയറി. കുഞ്ഞോ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പോരുന്നു. പിന്നെ ഇനിയിപ്പോൾ ചോറ് തിളപ്പിച്ച് വെച്ചേക്കുന്നതൊക്കെ ഒന്ന് വാർത്തിടണം. മോരികറിയൊക്കെ ഇരിപ്പുണ്ട്. കൊഞ്ചെടുക്കാൻ ഇനി സമയമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 7:45 കഴിഞ്ഞു. നോക്കട്ടെ. പോയി ഡ്രസ്സൊക്കെ മാറി വരട്ടെ. എന്നിട്ട് എന്തോ അന്നേരം തോന്നുന്നതെന്ന് വെച്ചാൽ അന്നേരം അത് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാന്തളും മേടിച്ചിട്ടുണ്ട്, അത് വറുത്ത് ചോറുണ്ണാം. അല്ല എന്നുണ്ടെങ്കിൽ കൊഞ്ചെടുക്കാം. നോക്കട്ടെ, എൻ്റെ ചിന്ത എങ്ങനെ പോകുന്നോ അതുപോലെ ചെയ്യാം. കൊഞ്ച് വൃത്തിയാക്കുക. ഒരു കൊഞ്ച് കൊതിയൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് 1/2 കിലോ കൊഞ്ചേ മേടിച്ചോളൂ. കൊഞ്ചങ്ങ് എടുക്കുക. അതിനുള്ളി അരിഞ്ഞു തരാൻ ഞാൻ പറഞ്ഞു. അമ്മ ഞാൻ അരിയട്ടെ, ഇവിടെ ചുമ്മാ ഇരിക്കുക. കുറേശ്ശെ ഇടുന്നു. അങ്ങനെ അടിച്ചാൽ മതി, കുഴപ്പമില്ല. ഇത്ര നാളെ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നത്, മോനിനെ അറിയത്തില്ലല്ലോ. അരിഞ്ഞില്ല, ഇവൻ അരിക്കാൻ അറിയത്തില്ലല്ലോ. അങ്ങനെ ഇത്ര ഇട്ട് അരിയാൻ അറിയത്തില്ല. അമ്മ വാവക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ അവൻ മീറ്റിങ്ങിന് കയറിയത്. എന്തോ രണ്ടുപേരുടെ ഏണിയും പാമ്പും കളിക്കും. കുഞ്ഞ് നോക്കിക്കോണം കേട്ടോ. അതിനൊന്നും ഇടല്ലേ. എന്തോ പൊന്നോ? ആ ഇത് കളിക്കാൻ അത് മതിയല്ലോ. കൊടുക്ക്. ലൂഡോ കളിക്കും. ലൂഡോ അവൻ്റെ കൂടെ കുറച്ചു നേരം കളിക്കാതെ.
ആ അങ്ങനൊന്നുമില്ല. അത് നോക്കി എനിക്കറിയാം. അതെന്താണെന്നറിയാം, അതിൻ്റെ ആ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെടുത്ത് വായിലും മൂക്കിലും ഒക്കെ വെക്കും. അതിന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞാന്ന്. അപ്പോൾ അത് മസാലയൊക്കെ വഴറ്റുമ്പോഴത്തേക്ക് അത് വേവട്ടെ, അല്ലെ പിന്നെ ഒത്തിരി താമസിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊഞ്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് പാൻ വെച്ചേക്കും, നമുക്ക് അതിനുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അല്ല അത് വഴറ്റി കഴിഞ്ഞിട്ട് ഇതിട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറേ താമസിക്കും. എനിക്ക് വിശക്കുകയും ചെയ്യും. അതാ ഇത് ഇവിടെ കിടക്കുവാണെങ്കിൽ രാവിലെ എനിക്ക് കൊണ്ടുവരും. മുട്ട വലിക്കണേ. ഒന്നുമില്ല. മുട്ട കൊഞ്ചൂരിയാണ്. ഹായ്. കുഞ്ഞു എവിടാന്ന് പറഞ്ഞേ? കുഞ്ഞു എവിടാന്ന് പറഞ്ഞേ? കുഞ്ഞു എവിടാ? മാമി വീട്ടില് പറഞ്ഞു. കുഞ്ഞു മാമി വീട്ടിൽ വന്നേ ഇല്ലയോ? ജാനി ചേച്ചി എന്തി? ജാനി ചേച്ചി വന്നില്ല. എന്തോ അവിടെ ഇരിക്കണോ? വെള്ളമോ? വെള്ളം ഞാൻ തരും. അവിടെ ഇരി, ഞാൻ തരാമല്ലോ വെള്ളം. ഞാൻ കഴുകി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇത് തേങ്ങയൊക്കെ ഇട്ട്, തേങ്ങയല്ല മാങ്ങ ചേർത്ത് തേങ്ങ അരച്ച് കറി വെക്കാൻ നല്ലതാണെന്ന് ആരോ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു. അപ്പം നാളെ നോക്കട്ടെ അങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം. മാങ്ങ കിട്ടുകയാണെന്നുണ്ട് കേട്ടോ. അയ്യോ കുഞ്ഞു മനസ്സിലായില്ല. മസാലയൊക്കെ ഏകദേശം റെഡിയായി. 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊഞ്ച് വെന്തിരിക്കും കേട്ടോ. അതുകൂടി ഇതിനകത്ത് ചേർക്കാം. ചോറ് തിളപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് എടുത്ത് വെച്ചു. അതും തിളക്കട്ടെ. എന്താ കൊഞ്ഞം ഉറക്കം വരുന്നുണ്ടില്ലയോ? ചോറ് തരട്ടെ? മമ്മി ചോറ് തരട്ടെ? എപ്പോഴമ്മ കൊണ്ടുവിടണ്ടേ? 9 മണിയായി, ഉറങ്ങാൻ സമയമായെന്തോ. കൊണ്ടുവിടണ്ടേ? ചോറ് തരട്ടെ? ചോറ് തരട്ടെ? പാതരാനോ കിടക്കാനോ? ഞങ്ങൾ കുഞ്ഞോയെ മേല് കഴിച്ചു. കുഞ്ഞോട് ഉടുപ്പൊന്നുമില്ല. ഒരു നിക്കർ ഇവിടെ എല്ലാം തപ്പിയപ്പോൾ കിട്ടി. പക്ഷെ കുഞ്ഞോട് ഉടുപ്പൊന്നുമില്ല. ഇട്ടിരുന്ന ഉടുപ്പ് അങ്ങ് അഴുക്കായി. മോനുകുട്ടൻ കുളിപ്പിച്ചു. തല കഴുകിയില്ല കേട്ടോ, ദേഹമൊക്കെ കഴുകിയതേ ഉള്ളൂ. യോ 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 എൻ്റെ ഡബ്ബമ്മേ. ഓ ഭയങ്കര ഇളക്കമായി കുളിച്ചു കഴിഞ്ഞപ്പോ. ഇല്ലയോ കുഞ്ഞു?
ഞാനും ഇങ്ങനല്ലായിരുന്നു. മാമിയുടെ മുടി ചെയ്യുക കുഞ്ഞ്. മുടി കുടിക്കാതേല് ചിരിച്ച് കുഞ്ഞോ ഇച്ചിരി ചോറും പപ്പടവും അവിയലും കൂട്ടി കൊഞ്ചു കൊടുക്കാൻ എനിക്ക് പേടിയാ. കുഞ്ഞായതുകൊണ്ട് എനിക്ക് പേടിയാ. പകല് കാണുമായിരുന്നു നോക്കാൻ. മാമിയുടെ മുടി ചീവി തന്നു കുഞ്ഞോ കേട്ടോ. ഇട്ടിരിക്കുന്ന ബെന്നിന് അങ്ങ് മാറിയാ മതി. ബെന്നിനൊന്നും ഇവിടെ കിടപ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ വർക്ക് കിട്ടിയിട്ട് പുള്ളിക്കാരി അത് സെപ്റ്റംബറിൽ പുള്ളിക്കാരി 2 ബുക്ക് പബ്ലിഷ് ചെയ്യും. കുഞ്ഞോയെ കൊണ്ട് വിട്ടേച്ച് വന്നതേ ഉള്ളു രണ്ടുപേരുടെ. ഉറക്കം തൂക്കിയിരിക്കുവായിരുന്നു. രാത്രി കിടന്ന് കരഞ്ഞാലോ എന്നൊരു പേടി. അതുകൊണ്ട് ചോറൊക്കെ ഉണ്ട്. ഉറക്കം ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇരിക്കുവായിരുന്നു. കൊണ്ടുവിട്ടു. ഇനിയിപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. ചോറ് കൊഞ്ചുണ്ടോ? കൊഞ്ചുന്നോന്നോ ആര്? ഓ ഞാൻ ചുമ്മാ ഒരു കാര്യം അങ്ങ് പറഞ്ഞത് കോമഡി ആയിട്ടാന്ന് തോന്നി. ഇങ്ങനെ കോമഡിയന്മാര് മുത്ത് മോനുകുട്ടനെ കുളിപ്പിക്കുന്ന പോലെ ഇപ്പം മോനുകുട്ടൻ കുഞ്ഞോയെ കുളിപ്പിക്കുന്നു. അവിയൽ വേണ്ടേ? അമ്മയുടെ അവിയൽ ഇഷ്ടമാന്നല്ലോ. പച്ചക്കറി കൊണ്ടുവന്ന് ഒന്നും എടുത്തു വെച്ചില്ല. ഇന്നിനി എനിക്ക് വയ്യ പ്രിയങ്ങളെ. അമ്മമ്മ ഉണ്ടാക്കിയത് അവിയൽ. പച്ചക്കറിയെല്ലാം ഇവിടെ ഇരിക്കുന്നേ ഉള്ളു. നാളെ എടുത്ത് വെക്കാം. ഇനി കഴിച്ചിട്ട് വരാം. എന്റെ 2 ഗുഡ് നൈറ്റ്. അവിയലുണ്ടായിരുന്നു. അവിയൽ എടുത്തു. കുഞ്ഞോയ്ക്ക് വലിയ ഇഷ്ടമാണ് അവിയൽ കേട്ടോ. കൂടെ പപ്പടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇമ്മണി ചോറ് കഴിച്ചു. ഇച്ചിരി മോര്. നമ്മൾ 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. കഴിക്കട്ടെ പ്രിയങ്ങളെ. എന്നത്തേം പോലല്ല, ഇന്ന് കുറേ താമസിച്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും പതിവ് പോലെ സ്നേഹവും പ്രാർത്ഥനകളും. നാളെ കാണാമേ. ടാറ്റാ. ഓക്കെ. ബൈ ബൈ. സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.